2019 പശ്ചിമബംഗാളിൽ 18 സീറ്റുകൾ നേടിയ ബി.ജെ.പി. ഇത്തവണ സംസ്ഥാനത്ത് വിയർക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ തുടർന്നാൽ 10 സീറ്റുകളിൽ താഴെ മാത്രമേ ലഭിക്കൂ എന്നാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിലാണ് സന്ദേശ് ഖാലി വിഷയം ഉയർത്തിക്കാട്ടി സാമുദായിക ധ്രുവീകരണമുണ്ടാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഉത്തരേന്ത്യയിൽ പറഞ്ഞതുപോലുള്ള തീവ്ര മുസ്ലിം വിരുദ്ധത പശ്ചിമബംഗാളിൽ ലക്ഷ്യം കാണില്ലെന്ന് മോദിക്ക് നന്നായി അറിയാം. സന്ദേശ് ഖാലിയാണ് ഏക ആയുധം. തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് ഷാജഹാൻ ഷെയ്ഖ് പാവങ്ങളുടെ ഭൂമി തട്ടിയെടുത്ത വിഷയം ഒരു സാമുദായിക പ്രശ്നമല്ല. എന്നാൽ ഈ വിഷയം ഉയർത്തിക്കാണിച്ച് ഭൂരിപക്ഷ ധ്രുവീകരണമുണ്ടാക്കാനാണ് മോദിയുടെ ശ്രമം. मैं आज पूछना चाहता हूं टीएमसी सरकार से, यहां संदेश खाली में हमारी बहनों के साथ, हमारी दलित बहनों के साथ इतना बड़ा अपराध हुआ, पूरा देश कार्रवाई की मांग करता रहा, टीएमसी उसके गुनहगार को बचाती रही। क्या सिर्फ इसलिए क्योंकि उस गुनहगार का नाम शाहजहां शेख था? ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മമത പിന്മാറിയത് മോദിയുമായി ഉണ്ടാക്കിയ രഹസ്യ ധാരണയെ തുടർന്നാണെന്ന വിമർശനം ഒരുപോലെ ബി.ജെ.പിക്കും തൃണമൂലിനും തിരിച്ചടിയാവുകയാണ്. അവരുടെ ദേശീയ നേതാക്കളും ഒരു പരിധിവരെ മാധ്യമങ്ങളെന്ന് വെച്ചാൽ ബംഗാൾ മാധ്യമങ്ങൾ അത്രത്തോളം പറയുന്നില്ല. ഇപ്പോഴും ദേശീയ തലത്തിലൊക്കെ അവരൊരു പ്രചരണം നടത്തുന്ന ബംഗാളിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ കൂടുതൽ സീറ്റ് കിട്ടും, ഒരുപക്ഷെ മറ്റുള്ള സ്ഥലത്തിലുണ്ടാകുന്ന കുറവ് ബംഗാൾ നികത്തുമെന്നൊക്കെയാണ് ബി.ജെ.പി. കേന്ദ്ര നേതാക്കളുടെയും അവരുടെ ഒരു പ്രചരണം. പക്ഷേ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുത്താൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ശക്തമായ ത്രികോണ മത്സരമാണ് ബംഗാളിൽ നടക്കുന്നത്. 2019 ബി.ജെ.പിക്ക് 18 സീറ്റുകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ സീറ്റുകൾ കുറയുമെന്നാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പരമാവധി പ്രചാരണത്തിനിറക്കി നില മെച്ചപ്പെടുത്താനുള്ള തീവ്ര പരിശ്രമമാണ് ബി.ജെ.പി. നേതൃത്വം നടത്തുന്നത്. പശ്ചിമബംഗാളിലെ ജാലങ്കിയിൽ നിന്ന് ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം കെ രാജേന്ദ്രൻ.